ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ടുള്ള ഫ്ലവേഴ്സാണ്. ഇതിന് പിന്നിലൊരു കഥയുണ്ട്. എല്ലാവരും ഫേസ്ബുക്കിൽ പലതരത്തിലുള്ള ലോക്ക്ഡൗൺ സീസൺ ആയതുകൊണ്ട് പച്ചക്കറിയൊക്കെ നമുക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം കൂടുതലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചക്ക ഉപയോഗിച്ചിട്ടുള്ള ഐറ്റംസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കും തോന്നി എന്തെങ്കിലും ചക്ക ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ഐറ്റം ചെയ്യണമെന്ന്. അങ്ങനെ തലപുകഞ്ഞ് ആലോചിച്ചപ്പോഴാണ് ഞാൻ ചക്കക്കുരുവിൻ്റെ തൊലി കൊണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണം ചെയ്തത്. അപ്പം ആദ്യത്തെ ഫ്ലവേഴ്സ് തന്നെ സക്സസ് ആയപ്പോൾ എനിക്ക് തോന്നി പല ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ടാക്കണമെന്ന്. അങ്ങനെ 2-3 ആഴ്ചയിൽ അതിയായിട്ട് ഞാൻ നല്ല എഫേർട്ട് എടുത്തിട്ട് ചെയ്ത വർക്കുകളാണ് എൻ്റെ ഈ 2 സൈഡിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഫ്ലവേഴ്സ്. ഇത് കംപ്ലീറ്റ് ഈ ലീഫ് ഒഴികെ ബാക്കിയൊക്കെ ചക്കക്കുരുവിൻ്റെ തൊലി കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചക്കക്കുരുവിൻ്റെ തൊലി ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ചക്കക്കുരുവിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ചക്കക്കുരു വേണം, പിന്നെ ബ്ലേഡ് വേണം, കത്രിക വേണം, പിന്നെ ആക്രിലിക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷ്, പിന്നെ ഗ്രീൻ ടേപ്പ്, ഫ്ലവറിങ് ടേപ്പ്, ഗ്രീൻ ടേപ്പ് വേണം, പിന്നെ ബാംബൂ സ്റ്റിക്കോ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമുള്ള എന്തെങ്കിലും കമ്പി ആയാലും എങ്ങനത്തെ സാധനമായാലും കുഴപ്പമില്ല. എനിക്കിവിടെ ബാംബൂ സ്റ്റിക്കാണ് എൻ്റെ കയ്യിൽ, അതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ തെങ്ങിൻ്റെ ഓല, പിന്നെ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ സ്റ്റിക്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചക്കക്കുരുവിൻ്റെ തൊലിയിൽ നിന്ന് തൊലി സെപ്പറേറ്റ് ചെയ്യണം. ഇത് ഞാൻ ഉപയോഗിക്കുന്ന ബ്ലേഡാണ്. ബ്ലേഡ് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ മിഡിൽ പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല ഉണങ്ങിയ ചക്കക്കുരുവാണ് കേട്ടോ ഇത് സെപ്പറേറ്റ് ചെയ്യാൻ എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചാൽ ചക്കക്കുരുവിൻ്റെ തൊലിയാണ് ഇതൊക്കെ ചിലതൊക്കെ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട്, ഡാമേജ് ഒക്കെ ഉള്ള പീസുണ്ട്. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ചെറിയ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റും. ആക്രിലിക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. 2 കോട്ട് വേണ്ടി വരും കേട്ടോ, 1 കോട്ട് മതിയാവില്ല, 2 കോട്ട് വേണ്ടി. നമുക്കിതുപോലെ 6 പെറ്റൽസ് വേണം. ട്യൂലിപ്പ് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 6 പെറ്റൽസ്. അപ്പം ഇത് യെല്ലോ പെയിൻറ്റ് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിൽ കുറച്ച് ഓറഞ്ച് ഷെയ്ഡ് കൊടുക്കണം, ഒരു സൈഡിൽ മാത്രമായിട്ട്. നമ്മൾ ഇതുപോലെ ഓറഞ്ച് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ചെയ്തിട്ട് ഉണങ്ങാൻ കുറച്ച് സമയം വേണ്ടി വരും. അത് കാരണം നേരത്തെ കുറച്ച് പെറ്റൽസ് പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് സാധാരണ ഇപ്പോൾ ഡ്രൈ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഡ്രൈ ആയിട്ടുള്ള നാച്ചുറലായിട്ട് കിട്ടുന്ന എന്തെങ്കിലും വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന്. അത് കാരണം പേപ്പറൊന്നും യൂസ് ചെയ്യാതെ ലീഫ് തന്നെ യൂസ് ചെയ്തത്. ഇതിപ്പോൾ തെങ്ങോലയാണ്, ഉണങ്ങിയ തെങ്ങോലയാണ് ഇത്. ഈ ടുലിപ്പ് ഫ്ലവേഴ്സിൻ്റെ ലീവ്സ് നീളത്തിലുള്ള ലീവ്സാണ്. അപ്പോൾ അത് ഇങ്ങനെ ഇതേ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അത് ഗ്രീൻ പെയിൻ്റ് അടിച്ചു, ഇങ്ങനെ ഉണങ്ങാൻ വെച്ചു. അപ്പം നമ്മളെ ലീഫിൻ്റെ പണി കഴിഞ്ഞു. അപ്പോഴേക്ക് ഇത് ഹോട്ട് ഗ്ലൂ റെഡി ആയിട്ടുണ്ട്. ഡ്രോപ്പ് വന്നു തുടങ്ങി. ഇനി നമുക്ക്
പെറ്റൽസ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് മറ്റുള്ള ഗ്ലൂ ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ച് ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ച് തന്നെ ചെയ്യുന്നത് നല്ലത് കേട്ടോ. കാരണം വേറെ ഫെവിക്കോളോ അല്ലെങ്കിൽ മറ്റുള്ള ഫെവി ബോണ്ടൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ഉണങ്ങില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു മൊട്ട് പോലെ രണ്ട് സൈഡിലും ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ രണ്ട് ബോർഡറിൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഓറഞ്ച് വരുന്ന ഭാഗം താഴെ തന്നെ ഒട്ടിക്കാൻ മറക്കരുത് കേട്ടോ. നമ്മളെ ഫ്ലവർ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രീൻ ടേപ്പ് വെച്ച് ചുറ്റി കൊടുക്കാം. നമ്മൾ ഫ്ലവർ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു തവണ ചെയ്തവരെ വീണ്ടും ചെയ്യേണ്ട കേട്ടോ. അഥവാ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഇത് സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ആയിട്ട് പോവും. ആദ്യമായിട്ട് കാണുന്നവർ മാത്രം ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ബെൽ ബട്ടൺ അമർത്തണം. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു.